ഓൾട്ടോക്കേറ്റൻ VX ഓട്ടോമാറ്റിക് ആണ്. 2015 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 2018 മോഡൽ നിസാൻ മൈക്രോ എക്സൽ വേരിയൻ്റ് ആണ്. അടുത്തായി വരുന്നതും ഒരു ഓൾട്ടോക്കേറ്റൻ ഓട്ടോമാറ്റിക് തന്നെയാണ്. 2017 മോഡലാണ്. സിംഗിൾ ഓണർ, 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 2018 മോഡൽ വാഗണർ VX ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് തൊടുപുഴയുള്ള പോപ്പുലറിൻ്റെ ട്രൂ വാല്യൂലാട്ടോ. അത്യാവശ്യം നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊസസ്സറും വാങ്ങിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളൊപ്പം ചേരുന്ന അരുണാണ്. അരുണെ, വെൽക്കം ടു അവർ ചാനൽ. അടിപൊളി ഓഫീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ എന്തോ കാര്യമായിട്ട് പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇന്ന് 18-ാം തീയതി ഡിസംബർ തൊട്ട് നമുക്ക് മാരുതിയിൽ ഒരു മേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മേളയാണ് നമുക്ക് തുടങ്ങിയിരിക്കുന്നത്. ഇന്നോട്ട് 3 ദിവസത്തേക്കാണ്. 18, 19, 20 ഡിസംബർ 18, 19, 20 തീയതികളിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം കസ്റ്റമേഴ്സിന് വണ്ടികളുടെ അവൈലബിലിറ്റി കൂട്ടുക. ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് വന്നിട്ടുണ്ട് പുതിയതായിട്ടുള്ള. നമുക്ക് മൊത്തം 6 ബ്രാഞ്ചിലായിട്ട് 250 വണ്ടിയോളം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. കസ്റ്റമറുടെ നീഡ്സിനനുസരിച്ചുള്ള സ്റ്റോക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ മേളയുടെ പരമായിട്ടുള്ള നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ്, സ്പെഷ്യൽ ആക്സസറീസ്, ഗിഫ്റ്റ് ഓഫേഴ്സ് വരെ എല്ലാം ഉണ്ട്. പിന്നെ കൂടാതെ നമുക്ക് വാറണ്ടി ഉള്ള വണ്ടികളുണ്ട്. 9 വർഷത്തിനുള്ളിലുള്ള എല്ലാ വണ്ടികൾക്കും വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ കുറേ അധികം സ്റ്റോക്കുകൾ പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ വാഹനങ്ങളൊക്കെ കാണാം. പിന്നെ അതുപോലെ എനിക്ക് കുറച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. ട്രൂവാലിൽ പ്രൈസ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം. എല്ലാ വീഡിയോസും നമുക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതെന്താ സത്യാവസ്ഥ നമുക്കറിയാം, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാമോ? എന്താ ആക്ച്വലി നമുക്ക് എന്താ വെച്ചാൽ പ്രൈസ് കൂടുതൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ നോർമൽ മാർക്കറ്റ് പ്രൈസിൽ തന്നെയാണ് വണ്ടികൾ സെല് ചെയ്യുന്നത്. നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ പുറത്ത് ഒരു ഔട്ട്സൈഡേഴ്സിനെ അപേക്ഷിച്ച് നമ്മുടെ കയ്യിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടികളായിരിക്കും. നമ്മൾ വണ്ടികൾ അത്യാവശ്യം റീപർച്ചേസിൻ്റെ എല്ലാം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അഡീഷണൽ അതിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജെന്യുവൻ ആയിട്ടുള്ള വണ്ടികളാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഫ്ലഡ് അഫക്റ്റഡ് വണ്ടികൾ, മേജർ ആക്സിഡൻ്റ് ഉള്ള വണ്ടികൾ, കിലോമീറ്റർ അഫക്റ്റഡ് വണ്ടികൾ, ടാക്സി വണ്ടികൾ, അതർ സെറ്റ് വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫിൽട്ടർ ചെയ്ത് നല്ല അതുപോലെയുള്ള ക്ലീൻ ആയിട്ടുള്ള വണ്ടികൾ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രൈസ് വേരിയേഷൻ മാത്രമേ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് വാഹനം വാങ്ങാം, അതാണ് ഏറ്റവും പറയുന്നത് അല്ലേ? അപ്പോൾ ജസ്റ്റ് ഞാൻ എടുത്ത് ചോദിച്ചെന്നുള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് സ്പീഡിലാണ് എടുത്ത് പോകുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ കവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റാതെ വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ വാഹനങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് വാഹനം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സാപ്പിൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരും കേട്ടോ. അപ്പോൾ അതിനൊക്കെ തുടങ്ങിയാലോ? ഫസ്റ്റ് വണ്ടി വരുന്നത് ഓൾട്ടോക്കേറ്റൻ VX ഓട്ടോമാറ്റിക് ആണ്. 2015 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 56,000 കിലോമീറ്ററാണ് വണ്ടി നിലവിൽ ഓടിയിരിക്കുന്നത്. ടയറൊക്കെ നമുക്ക് അത്യാവശ്യം ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 ടയർ, ഒരു 85% മേലെ ടയർ ഉണ്ട്. ഒരു 85% നമുക്ക് ലോണും അവൈലബിൾ ആണ് ഇതിന്. നമുക്ക് ലോൺ വരുന്നത് അപ്പോൾ എത്ര വർഷത്തേക്കാണ് കിട്ടുന്നത്? 4 to 4.5 വർഷം വരെ നമുക്ക് ലോൺ കിട്ടും. ലോൺ കിട്ടുന്നുണ്ടല്ലേ? നമുക്ക് ഇന്ത്യയിലൊക്കെ എങ്ങനെയുണ്ട്? ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. സീറ്റ് ഓവർ, വിനൽ മറ്റു കാര്യങ്ങളെല്ലാം കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് വരും. നമുക്ക് അടുത്തായി വരുന്നതും ഒരു ഓൾട്ടോക്കേറ്റൻ ഓട്ടോമാറ്റിക് തന്നെയാണ്. 2017 മോഡലാണ്. സിംഗിൾ ഓണർ, 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 4 ടയർ, ഒരു 80% മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. നമുക്കിതിന് വാറണ്ടി വരുന്നുണ്ടോ? ഇത് 1 വർഷം വാറണ്ടി വരുന്ന മോഡലാണ്. 2017 ആയതുകൊണ്ട് നമുക്കിതിന് എഞ്ചിന്, ഗിയർ ബോക്സ്, AC-ക്കൊക്കെ 1 വർഷം വാറണ്ടി വരും. അതുപോലെ ഇത് വർക്ക് ചെയ്തിട്ടില്ല നിലവിൽ. ഈ സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം റെഡിയാക്കി നമ്മൾ പെയിൻറ്റും പോളിഷൊക്കെ ചെയ്തിട്ടേ കൊടുക്കത്തുള്ളൂ. നമ്മൾ സർവീസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അങ്ങനെയാണോ വണ്ടി? ഇല്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. നമുക്ക് എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്? അപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 365. 365 ആസ്കിംഗ് പ്രൈസ് വരുന്നത് അല്ലേ? 3,60,000. നമുക്ക് ലോൺ അപ്പോൾ എത്ര വരെ കിട്ടുമായിരിക്കും? 3,15, 3,25 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ പക്ക നീറ്റായിട്ട് എടുക്കുന്ന വണ്ടിയാണ് അല്ലേ? അതെ, കമ്പനി ഫാബ്രിക് ആണ്. ഓണർഷിപ്പ് എത്രയായിരുന്നു പറഞ്ഞേ? സിംഗിൾ ഓണർ ആണ്. പിന്നെയും ഒരു ഓൾട്ടോക്കേറ്റൻ ഓട്ടോമാറ്റിക് തന്നെയാണ്. 2019 മോഡൽ. 32 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ചേർത്ത രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർ, 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ. ഈ ഷേപ്പിൽ വന്ന ലാസ്റ്റ് വണ്ടിയാണിത്. 2019. നമുക്ക് കേട്ടണ ഇതിനൊക്കെ എന്നാ മൈലേജ് കിട്ടും ബ്രോ? ഇതിന് ഓട്ടോമാറ്റിക് ഒരു 17 to 19 വരെ 19 മൈലേജ് കിട്ടും. നമുക്ക് ഇന്ത്യയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നമ്മൾ ചെയ്താണ് വണ്ടി. അല്ലല്ല, കസ്റ്റമർ ഇത് നമുക്കൊരു 90% വരെ ലോൺ ചെയ്ത് കൊടുക്കാം. സിബിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ. ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? ഓട്ടോമാറ്റിക് വരുന്നത്. ഓക്കെ. നമുക്ക് ആസ്കിംഗ് പ്രൈസ് എത്രയായിരുന്നു പറഞ്ഞേ? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 3,95,000. 3,95,000 അല്ലേ? ഇത് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരും. 3 സർവീസ് വരുന്നുണ്ടല്ലേ? അതെ. പിന്നെയും ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2018 മോഡൽ നിസാൻ മൈക്രോ എക്സൽ വേരിയന്റ് ആണ്.
ഒരുപാട് പേര് ഇപ്പൊ അന്വേഷിച്ച് നടക്കുന്ന വണ്ടിയാണ് ലേഡീസിനെ സംബന്ധിച്ച്. CVT ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്, 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലോ. അതെ. ഇതും 1 വർഷം വാറണ്ടി ഉണ്ട്. നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. ടയറൊക്കെ ആണെങ്കിലും അത്യാവശ്യം ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കൊരു 80% വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാലും വളരെ നീറ്റാണ്. ഓണർഷിപ്പ് സിംഗിൾ എന്നല്ലേ പറഞ്ഞേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. ഓക്കെ, ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിനൊരു ഡൗൺ പേയ്മെന്റ് എത്ര തരണമായിരിക്കും? ഇതിന് ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 60,000 ആ റേഞ്ച് അടച്ചാൽ മതിയോ? നമുക്ക് ലോണോ നമുക്ക് എത്ര വർഷം വരെ കിട്ടും ഇതിന്? ഇതിനും ലോൺ 5 വർഷം വരെ ചെയ്യാൻ 5 വർഷം ചെയ്യാൻ പറ്റും അല്ലേ? അടുത്തത് 2023 മോഡൽ i20 മാഗ്നയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 27,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. മോഡൽ എങ്ങനെയാണ് വരുന്നത്? 2023 ആണല്ലേ? അലവീലല്ല, വീൽ കപ്പാണ് വരുന്നത് അല്ലേ? ടയേഴ്സ് ഒരു 50% അടുത്തേ ഉള്ളൂ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. KL 69 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. KL 69. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. സീറ്റ് കവറൊക്കെ നമ്മൾ എടുത്തിട്ട് ചെയ്തേക്കണോ? അതെയോ കസ്റ്റമർ ചെയ്തേക്കുന്നത്? ഹുണ്ടായുടെ. കിലോമീറ്റർ നമുക്ക് എത്ര? 27,000 കിലോമീറ്റർ. 27,000 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് എത്രയാണ് ബ്രോ ചോദിക്കുന്നത് പ്രൈസ്? ഇതിന് 6,95,000 രൂപ. 6,95,000 പ്രൈസ്. നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. നമുക്കൊരു 90% വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് പൈസ നമുക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി അല്ലേ? ഇതൊക്കെ നമുക്ക് 5 ഇയർ ഒക്കെ എന്തായാലും ഫിനാൻസ് കിട്ടില്ല. ഇത് 5 ഇയർ, ചില ബാങ്കിൽ 7 വർഷം വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതും 1 വർഷം വാറണ്ടി വരുന്നതാണ്. 1 ഇയർ വാറണ്ടി വരുന്നില്ല. കിലോമീറ്റർ പറയുന്നുണ്ടോ? 1 ഇയർ അല്ലെങ്കിൽ അങ്ങനെ കിലോമീറ്റർ? 1 ഇയർ അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ. 15,000 കിലോമീറ്റർ ആണ് പറയുന്നത് അല്ലേ? അടുത്തത് സിട്രോൺ C3 ആണ്. 1.2 പെട്രോൾ വരുന്ന വണ്ടി. 2022 മോഡലാണ്. സിംഗിൾ ഓണർ, 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എക്സ്ട്രാ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി. കോണ്ടിനെൻ്റലിൻ്റെ 4 പുതിയ ടയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് മൈലേജ് ഉണ്ടാവും ബ്രോ പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ? ഇതിനൊരു 16 to 18 പ്രതീക്ഷിച്ചാൽ മതി. ഇതൊക്കെ ഫുൾ ഓപ്ഷൻ അല്ലല്ലോ വരുന്നത്? ഫുൾ ഓപ്ഷൻ അല്ല, മിഡ് വേരിയൻ്റ് ആണ് വരുന്നത്. അതെ. ഓക്കെ, സീറ്റൊക്കെ നമ്മൾ രണ്ടാമത് ചെയ്തേക്കണോ? അതെയോ കസ്റ്റമർ ചെയ്തേക്കാം. കസ്റ്റമർ കുറച്ച് ആക്സറീസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അലോയ്സ് ആയിട്ടും ടയർ, സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 5,10,000. നമുക്ക് ലോൺ എത്ര വരെ കിട്ടുമായിരിക്കും ബ്രോയിന്? ഇത് നമുക്കൊരു 85% വരെ ലോൺ ചെയ്യാൻ പറ്റും. 80% വരെ കിട്ടും. സിവിലൊക്കെ ഓക്കെയാണെങ്കിൽ 90% ചെയ്യാൻ പറ്റും. 4.5 ലക്ഷം രൂപ, ഏകദേശം 4.5 വരെ നമുക്ക് ചെയ്യാം. ഒരു 50 രൂപ 60 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്തത് മാരുതിയുടെ എസ്ക്രോസ് ആണ്. സീറ്റ വേരിയന്റ് ഹൈബ്രിഡ് വണ്ടിയാണിത്. 2021 മോഡൽ. പെട്രോൾ ആണ് വരുന്നത് അല്ലേ? പെട്രോൾ വരുന്നത്. 37,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ക്രൂസ് കൺട്രോള്, ഡ്യുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പെട്രോൾ വരുന്ന ഹൈബ്രിഡ് ആണ് വരുന്നത് അല്ലേ? പെട്രോൾ ഹൈബ്രിഡ് ആണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ലൊരു മൈലേജ് ഹൈബ്രിഡ് ആയതുകൊണ്ട് മൈലേജ് ഒരു 15 to 17 പ്രതീക്ഷിച്ചാൽ മതി. ഏകദേശം 60 to 70% വരെ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. കമ്പനി അലോയ്സ് വരുന്ന മോഡലാണ്. എത്രയാണ് ബ്രോ നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 7,90,000 രൂപ. 7,90,000. ഫിനാൻസ് എത്ര വരെ കിട്ടുമായിരിക്കും? ഇത് നമുക്ക് 90% വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 7,40,000 7.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് നോക്കാം. ഇതും 1 വർഷം വാറണ്ടി വരുന്ന മോഡലാണ്. എഞ്ചിന്, ഗിയർ ബോക്സ്, AC ക്കെല്ലാം 1 വർഷം വാറണ്ടി വരും. അടുത്തത് ബലേനോ ഡെൽറ്റയാണ്. 2018 മോഡൽ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്ന മോഡലാണ്. ഇതിൽ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് മൗണ്ടിൽ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ വരുന്ന വണ്ടിയാണ്. കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കസ്റ്റമർ ചെയ്തിട്ടുമുണ്ട് വണ്ടിയിൽ. അത്യാവശ്യം നല്ലൊരു മൈലേജ് വാങ്ങാൻ കിട്ടുന്നതാണ് അല്ലേ ബലേനോയ്ക്ക്? നമുക്കൊരു 18 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാം. പെട്രോളാണ്. എത്രയാണ് ബ്രോ നമുക്ക് ചോദിക്കുന്ന വില? ഇതിന്റെ പ്രൈസ് വരുന്നത് 5,75,000. 5,75 അല്ലേ? 5,75. വണ്ടിക്ക് ഒരു 50% ടയർ ഉണ്ട്. നമുക്ക് ലോൺ എത്ര വർഷം വരെ കിട്ടുമായിരിക്കും ഇതിന്? ലോൺ ഇത് 5 വർഷം ചെയ്യാൻ പറ്റും. 5 വർഷം വരെ ചെയ്യാൻ പറ്റും അല്ലേ? കുറച്ച് പൈസ മാത്രം നമുക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതിയായിരിക്കും അല്ലേ? മതി. 90% ഇതിനും നമുക്ക് അത്യാവശ്യം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടത്തുണ്ടല്ലോ അല്ലേ? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഇതിന് അഡീഷണൽ നമുക്ക് ട്രൂവാലിന്റെ ഭാഗത്ത് നിന്ന് വേറെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കാര്യങ്ങളായിട്ട് അങ്ങനെ വല്ലതും കൊടുക്കുന്നുണ്ടോ? ആക്സറീസ് ഓഫർ വരുന്നുണ്ട്. അതെല്ലാം വണ്ടിക്ക് തന്നെ വരുന്നുണ്ടല്ലേ? അടുത്തത് ഇഗ്നിസ് സീറ്റ ഓട്ടോമാറ്റിക് ആണ്. സീറ്റാണ് വരുന്നത്. മൂന്നാമത്തെ വേരിയന്റ് ആണ്. 2018 മോഡൽ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നതാണല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അലോയ്സ്, 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. എത്രയാണ് ബ്രോ നമ്മൾ ചോദിക്കുന്ന പ്രൈസ്? ഇതിന്റെ പ്രൈസ് വരുന്നത് 5,60,000. 5,60 ആണല്ലോ? 5,60. ഫിനാൻസ് നമുക്ക് എത്ര വരെ കിട്ടുമായിരിക്കും? ഫിനാൻസ് നമുക്കൊരു 5 ലക്ഷം വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. കിലോമീറ്റർ എത്ര ഓടി ഉണ്ട് ബ്രോ? ഇത് 42,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഇന്റീരിയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം നീറ്റാണ്.
സ്മാർട്ട് കീ വരുന്ന മോഡലാണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്. നമുക്ക് എന്തായാലും മൈലേജ് ഒരു 18 മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. 18 പ്രതീക്ഷിക്കാം. 1.2 പെട്രോളാണ്. ഇത് രണ്ടും 2012 മോഡൽ ഓൾട്ടോ LXi ആണ്. ഇത് സിംഗിൾ ഓണർ വണ്ടി, 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഒരു ഫാമിലിക്ക്, ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ്. ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റാണ്. കമ്പനി സീറ്റ് കവറൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ? ഇത് 66,000 കിലോമീറ്റർ. മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. നമുക്കൊരു 2.5 വർഷം വരെ ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. എത്രയാണ് ബ്രോ ആസ്കിംഗ് പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 1.5 ലക്ഷം രൂപ. 1.5 ചോദിക്കുന്നത് അല്ലേ? അതെ അതെ. പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണോ? എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അല്ലേ? അതെ അതെ. ടയറിന്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് അത്യാവശ്യം ഫ്രണ്ട് 2 ഒരു 70% ഉണ്ട്, ബാക്ക് ആവറേജ് ഉള്ളൂ. ഈ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ പഠിക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക്. അതെ അതെ, ഓടിക്കാൻ പഠിക്കാനോ ഒരു ഫാമിലിയിലേക്ക്. അത് മാത്രമല്ല നല്ലൊരു മൈലേജ് തന്നെ ഒരു കാറാണ് നമ്മുടെ പറയുന്നല്ലേ ഓൾട്ടോ. എന്തായാലും 18+ മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ട്. ഓക്കെ. നമുക്ക് ഈ മോഡൽ വരുമ്പോഴത്തേക്കും ഇത് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 2012 തന്നെ. ആ വണ്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ക്വാളിറ്റി കുറവാണ്. 3rd ഓണർഷിപ്പ് ആണ് വരുന്നത്. 1,12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇതിന് നിലവിൽ മേജർ ആക്സിഡന്റ് കാര്യങ്ങളില്ല. കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്, ചെറിയ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട് അടിയിൽ. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 75,000 വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 1.15 ആണ് ഇതിന്റെ വില വരുന്നത്. 1.15 ആസ്കിംഗ് പ്രൈസ് വരുന്നത് അല്ലേ? അതെ അതെ. പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? അതെ അതെ. ഇത് 2017 മോഡൽ ഓൾട്ടോ 800 LXi ആണ്. സെക്കൻഡ് ഓണർ വണ്ടി, 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 1 വർഷം വാറണ്ടി വരുന്ന മോഡലാണ്. ടയേഴ്സൊക്കെ ആവറേജ് ആണ്. നമുക്ക് മോട്ടോർ രജിസ്ട്രേഷൻ വരും. 17 ആണ് രജിസ്ട്രേഷൻ വരുന്നത് അല്ലേ? KL 17 മോട്ടോർ രജിസ്ട്രേഷൻ വരുന്നത്. സീറ്റ് ഓവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വണ്ടി. നീറ്റാണ്. കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞാൽ? 65,000 കിലോമീറ്റർ. 65,000 കിലോമീറ്റർ അല്ലേ? നമ്മൾ കസ്റ്റമറിൽ നിന്ന് എടുത്തിട്ട് വേറെ വർക്ക് കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇതെല്ലാം ചെയ്ത് കൊടുക്കുക. അത് 1 വർഷം വാറണ്ടി വരുന്ന മോഡലാണ്. 1 വർഷം വാറണ്ടി വരുന്നുണ്ടല്ലേ? അതെ അതെ. എഞ്ചിന്, ഗിയർ ബോക്സ്, AC-ക്കെല്ലാം 1 വർഷം വാറണ്ടി വരും. ഓക്കെ. എത്രയാണ് ആസ്കിംഗ് പ്രൈസ് പറയുന്നത് ബ്രോ? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 2,65,000 രൂപ. 2,65. അതിൽ നമുക്കൊരു 2.30 വരെ ലോണും ചെയ്ത് കൊടുക്കാം. 30-35 രൂപ നമുക്ക് ഇറക്കാൻ പറ്റും. ഫിനാൻസ് നമുക്ക് എത്ര വരെ കിട്ടുമായിരിക്കും? ഫിനാൻസ് 2.30 വരെ ചെയ്യാം. 2.30. അതെല്ലാം ചോദിച്ചാൽ നമുക്ക് ഫിനാൻസ് എത്ര വർഷം വരെ? 5 വർഷം ചെയ്യാൻ പറ്റും അല്ലേ? ആ. ഇത് 2020 മോഡൽ ഡിസയർ VXi ആണ്. സിംഗിൾ ഓണർ വണ്ടി, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ വേരിയന്റ് അല്ലേ? പെട്രോൾ വേരിയന്റ്. എക്സ്ട്രാ അലോയ് വീൽ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. സീറ്റ് ഓവറും കസ്റ്റമർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, പിന്നെ ചെറിയൊരു സ്ക്രീൻ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. അത്യാവശ്യം നല്ലൊരു മൈലേജ് തന്നെ അതെ അതെ. 18+ മൈലേജ് വരുന്ന വണ്ടിയാണ്. നമുക്ക് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ? ഇത് 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? നമുക്ക് എത്രയാണ് ബ്രോ ആസ്കിംഗ് പ്രൈസ് വരുന്നതിന്റെ? ഇതിന്റെ പ്രൈസ് വരുന്നത് 6,30,000 രൂപ. 6.30 അല്ലേ? പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? അതെ അതെ. ഫിനാൻസ് നമുക്ക് എത്ര വരെ കിട്ടുമായിരിക്കും? ഇത് നമുക്ക് 90% ഒരു ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇത് ബലെനോ ഡെൽറ്റ ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 54,000 കിലോമീറ്റർ. 2015 മോഡലാണ്. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ടയർക്ക് ആവറേജ് ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലേ? അതെ അതെ. ടയറൊക്കെ ഒരു 70% ടയർ ഉണ്ട്. ഓണർഷിപ്പ് എങ്ങനെയാണ് ബ്രോ പറഞ്ഞത്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? അതെ അതെ. CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടി. ഡ്യുവൽ എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ആണ് വണ്ടിയിൽ. സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം കസ്റ്റമർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലാണ് നല്ല നീറ്റായിട്ട് കിടക്കുന്ന വണ്ടിയാണ്. അതെ നീറ്റാണ് വണ്ടി, നീറ്റാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? ഇതിന് വാറണ്ടി വരുന്നില്ല. നമുക്ക് 2017 ലാസ്റ്റ് തൊട്ടുള്ള വണ്ടികൾക്കാണ് വാറണ്ടി വരുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ. നമുക്ക് പ്രൈസ് എത്രയാണ് പറയുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 5,10,000. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് അവൈലബിൾ ആണ്. ഒരു 85% വരെ ഫിനാൻസ് അവൈലബിൾ ആണ്. ഇത് 2013 മോഡൽ റിറ്റ്സ് VXi ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ വേരിയന്റ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ടയേഴ്സ് എല്ലാം ആവറേജ് ഉണ്ട്. ക്ലാസ് റീപ്ലേസ്മെന്റ് അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് വരും. RPM മീറ്റർ ഡാഷ്ബോർഡിന് മേളിൽ വരുന്ന ടൈപ്പ്. സ്റ്റീരിയോ കസ്റ്റമർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സീറ്റ് ഓവറും ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. ഇന്ത്യയിൽ വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ഇന്റീരിയർ കാര്യങ്ങളെല്ലാം പക്ക നീറ്റാണ്. നമ്മൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ് പറഞ്ഞത്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 3,20,000. 3,20,000. പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? അതെ അതെ. നമുക്ക് പെട്രോൾ എന്നാ മൈലേജ് കിട്ടും? പെട്രോൾ നമുക്കൊരു 15 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. 15 അല്ലേ? നമുക്ക് ലോൺ എത്ര വരെ കിട്ടുമായിരിക്കും? ഇതും നമുക്കൊരു 2.60 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 2.60 അല്ലേ? അതെ അതെ. ഏകദേശം 90% അല്ലെങ്കിൽ 85 വരെ കിട്ടുമായിരിക്കും. 80-85 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് ക്വിഡ് RXT ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 2016 മോഡൽ. സിംഗിൾ ഓണർ, 75,000 കിലോമീറ്റർ ഓട്ടോ ഉണ്ട് വണ്ടിക്ക്. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. നമ്മൾ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ചെയ്ത് കൊടുക്കാം വണ്ടിയിൽ. 2 ഡോർ പവർ വിൻഡോ വരും.
കമ്പനി ഇൻബിൽട്ട് ആയിട്ട് ഒരു സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട്, ചെറിയ സ്ക്രീൻ ആയിട്ട്. നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇന്റീരിയർ, സീറ്റോർ, വിനൽ മാറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. മാനുവൽ അല്ലേ വരുന്നത്? ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ അല്ല, മാനുവലാണ്. അത്യാവശ്യം നല്ലൊരു മൈലേജ് കിട്ടും. 18+ മൈലേജ് പ്രതീക്ഷിക്കാം. നമുക്കൊരു 1.75 വരെ ലോണും ചെയ്ത് കൊടുക്കാം. എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് പറഞ്ഞത്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 2,20,000. 220 അല്ലേ? പ്രൈസ് നെഗോഷ്യബിൾ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. ഇത് 2015 മോഡൽ സെലറിയോ VX ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 1,11,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ ആവറേജ് കണ്ടീഷനുള്ള വണ്ടിയാണ്. നമ്മൾ വേറെ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. എത്ര നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 2,70,000. 270 ആണ് വരുന്നത് അല്ലേ? അതെ. ഓണർഷിപ്പ് എത്രയാണെന്ന് പറഞ്ഞേ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നമ്മൾ വേറെ വർക്കോ കാര്യങ്ങളും ചെയ്തില്ല. ആസിറ്റീസ് കണ്ടീഷനിൽ കൊടുക്കുന്ന വണ്ടിയാണ്. നമുക്ക് ലോൺ എത്ര വരെ കിട്ടുമായിരിക്കും ബ്രോ? ഇത് നമുക്ക് ലോണ് ഒരു 2,40 വരെയൊക്കെ ചെയ്യാം. ഒരു 30 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് മതിയാവും. ഇന്ത്യയിലാണെങ്കിൽ അത്യാവശ്യം നീറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ് അല്ലേ? അതെ. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്. വാറണ്ടി വരുന്നുണ്ടോ ഇതിന്? ഇതിന് വാറണ്ടി ഒന്നും വരത്തില്ല. ഇല്ല. അടുത്തത് സെലറിയോ VX ഓട്ടോമാറ്റിക് ആണ്. 2017 മോഡല്, സിംഗിൾ ഓണർ വണ്ടിയാണ്. 49,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ടയർ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ ആവറേജ് ഉണ്ട്. ഇത് 1 വർഷം വാറണ്ടി വരുന്ന മോഡലാണ്. എഞ്ചിന്, ഗിയർ ബോക്സ്, ACക്കെല്ലാം 1 വർഷം വാറണ്ടി വരും. സീറ്റോർ, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം കസ്റ്റമർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറൊക്കെ അത്യാവശ്യം പക്ക നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. എത്രയാണ് പ്രൈസ്? നമ്മൾ ഇതിന് പ്രൈസ് വരുന്നത് 4,30,000 രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇത് വാറണ്ടി വരുന്നുണ്ടോ ബ്രോ? ഇത് 1 വർഷം വാറണ്ടി. 1 വർഷം വാറണ്ടി വരുന്നുണ്ട്. അതെ. ഓക്കെ. അപ്പോൾ നമുക്ക് എത്ര വരെ ലോൺ കിട്ടുമായിരിക്കും ഇതിന്? ഇത് നമുക്കൊരു 3.85 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് വാഗണർ VX ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 2016 മോഡലാണ്. ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. 27,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. രണ്ടാമത്തെ ഓണർഷിപ്പ്. ടയർ സെക്കൻഡ് സെറ്റ് മാറിയിട്ടുള്ളൂ. ഒരു 90% അപ്പോൾ ടയേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3,95,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. നമുക്കൊരു 3.5 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 3.5 വരെ കിട്ടും അല്ലേ? ആ. വാറണ്ടി വരുന്നുണ്ടോ ബ്രോ ഇതിന്? ഇത് വാറണ്ടി വരുന്ന മോഡലല്ല. ഇത് 2017 മോഡൽ i20 സ്പോർട്സ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1 വർഷം വാറണ്ടി വരുന്ന മോഡലാണ്. പെട്രോൾ വേരിയൻ്റ് ആണ്. 4 ഡോർ പവർ വിൻഡോ, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മിഡ് വേരിയൻ്റ് ആണ് വണ്ടി. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നീറ്റാണ്. ഒരു 15 കിലോമീറ്ററോളം നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. എത്രയാണ് ബ്രോ നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4,70,000 രൂപ. 470 അല്ലേ? 470. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. വാറണ്ടി വരുന്നുണ്ടോ ബ്രോ ഇതിന്? ഇതിന് 1 വർഷം വാറണ്ടി വരും. എഞ്ചിന്, ഗിയർ ബോക്സ്, ACക്ക് 1 വർഷം വാറണ്ടി വരും. ഫിനാൻസ് ഒക്കെ എത്ര കിട്ടുമായിരിക്കും? ഫിനാൻസ് നമുക്കൊരു 4.30 വരെ ചെയ്ത് കൊടുക്കാം. അടുത്തത് 2018 മോഡൽ വാഗണർ VX ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 വർഷം വാറണ്ടി വരുന്ന മോഡലാണ്. ഇത് 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ എല്ലാം വരുന്ന മോഡലാണ്. നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ തന്നെ മൈലേജ് കിട്ടും ബ്രോ ഇതിന്? ഓട്ടോമാറ്റിക് ഇതിനും ഒരു 18 കിലോമീറ്റർ പ്രതീക്ഷിച്ചാൽ മതി. 18 കിലോമീറ്റർ അല്ലേ? അതെ. എത്രയാണ് പ്രൈസ് ചോദിക്കുന്നതിന്? ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4,35,000. പ്രൈസ് നെഗോഷ്യബിൾ ആണോ? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഫിനാൻസ് ഒക്കെ എത്ര വരെ കിട്ടുമായിരിക്കും? നമുക്ക് ഇതിന് ഫിനാൻസ് ഒരു 390 വരെ ചെയ്ത് കൊടുക്കാം. വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ബ്രോ ഇതിന്? ഇതിന് 1 വർഷം വാറണ്ടി വരും. 1 വർഷം വാറണ്ടി വരുന്നുണ്ടല്ലേ? അതെ. ഓക്കെ. നമുക്ക് ഫിനാൻസിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫിനാൻസ് കയറുള്ളൂ നമുക്ക്? അതെ. സിബിലൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് 90% വരെ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? നമ്മുടെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടേക്കുന്ന വണ്ടിയാണ്. അടുത്തത് 2018 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വാഗണർ VX ഓട്ടോമാറ്റിക് ആണ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതും 1 ഇയർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. വർക്ക് ചെയ്തിട്ടില്ല, നമ്മുടെ റീഫർബിഷ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എടുത്ത് അതേ കണ്ടീഷൻ തന്നെയാണ് വണ്ടി. നമ്മൾ എടുക്കുമ്പോൾ എല്ലാം ചെയ്തിട്ടല്ലേ കൊടുക്കുള്ളൂ? എല്ലാം ചെയ്തിട്ടേ കൊടുക്കത്തുള്ളൂ. ടയേഴ്സ് എല്ലാം ആവറേജ് ഉണ്ട്. ഇൻറ്റീരിയർ ആണെങ്കിലും സീറ്റോർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നീറ്റാണ് വണ്ടി. എത്രയാണ് ബ്രോ ആസ്കിംഗ് പ്രൈസ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4,40,000. 440. നമുക്ക് വാറണ്ടി വരുന്നുണ്ടോ? അപ്പോൾ വാറണ്ടി വരുന്നുണ്ട്. 1 വർഷം വാറണ്ടി വരും. എഞ്ചിന്, ഗിയർ ബോക്സ്, ACക്കൊക്കെ 1 വർഷം വാറണ്ടി വരും. ടയറൊക്കെ ആണെങ്കിൽ ആവറേജ് ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. നമുക്ക് ലോൺ എത്ര വരെ കിട്ടുമായിരിക്കും ഇതിന്? നമുക്കിതിന് ലോൺ ഒരു 4 ലക്ഷം വരെ ചെയ്ത് കൊടുക്കാം. അടുത്തത് 2020 മോഡൽ ബിഗ് വാഗണറാണ്. ന്യൂ ഷേപ്പ് വരുന്ന വണ്ടി. VXI വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓൺഷിപ്പ്, 33,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഇതും 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് വരുന്ന മോഡലാണ്. BS6 വണ്ടിയാണ്. ഡ്യുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വരും. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് നമ്മൾ സിംഗിൾ ആണെന്നല്ലേ പറഞ്ഞേ? ഏതാ ഓണർഷിപ്പ് സിംഗിൾ ആണെന്നല്ലേ പറഞ്ഞേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് അല്ലേ? കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരും.
അത്യാവശ്യം നല്ലൊരു മൈലേജ് വരുന്ന വാഹനം തന്നെയാണല്ലേ, അത് നല്ല നീറ്റായിട്ട് കിടക്കുന്ന വാഹനമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രൈസ് നെഗോഷ്യബിൾ ആണോ ബ്രോ? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. എത്രയാണ് വരുന്നത്? 530 പ്രൈസ് വരുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമുക്കൊരു 480 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 480 വരെ കിട്ടില്ല ലോൺ? അതെ അതെ. ഓക്കെ. അപ്പോൾ നിസ്സാര പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് അടിച്ച് കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റും. നമുക്ക് ഫിനാൻസ് 5 വർഷം വരെ കിട്ടുമായിരിക്കും ഇതിന്? 5 വർഷം ഫിനാൻസ് ചെയ്യാം. ഇത് 2017 മോഡൽ വാഗണാർ VXA ആണ്. മാനുവൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ 53,000 കിലോമീറ്റർ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 1 വർഷം വാറണ്ടി വരുന്ന മോഡലാണ്. ടയേഴ്സ് ആവറേജ് ആണ്. റീഫർബിഷ്മെൻറ്റ് കഴിഞ്ഞ വണ്ടിയാണ്. വേറെ വർക്ക് കാര്യങ്ങളൊന്നും ഇതിന് ചെയ്യാനില്ല. പ്രൈസ് എത്രയാണ് ബ്രോ ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4 ലക്ഷം രൂപ. 4 ചോദിക്കുന്നത് അല്ലേ? അതെ അതെ. 1 വർഷം വാറണ്ടി ഉണ്ട്. ഫിനാൻസ് ഒക്കെ എത്ര വരെ കിട്ടും? ഫിനാൻസ് നമുക്കൊരു 360 വരെ ചെയ്ത് കൊടുക്കാം. 360 വരെ കിട്ടും അല്ലേ? ആ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഇവിടെയുള്ള വാഹനങ്ങളെല്ലാം തന്നെ കാണിച്ചിട്ടുണ്ടല്ലേ. ഇനി ഒരുപാട് വാഹന സ്റ്റോക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല, അതുപോലെ നിരയായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണിച്ചതെല്ലാം വളരെ സ്പീഡായിട്ടാണ് കാണിച്ചായിട്ടോ. അതുകൊണ്ട് നമ്മൾ വേറെ ക്ഷമിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കവർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വീഡിയോയ്ക്ക് ഒരുപാട് രംഗായി പോകും. അത് കാണുന്ന നിങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന വാഹനങ്ങൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എൻക്വയറീസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രോനെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് വാഹനങ്ങൾ ഇഷ്ടപ്പെട്ട ഫോട്ടോസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരും കേട്ടോ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാവോ? നമുക്ക് പോപ്പുലർ ട്രൂവാലി ഷോറൂം വരുന്നത് നമുക്ക് തൊടുപുഴ വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷനിലാണ് നമുക്ക് ഷോറൂം വരുന്നത്. വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ നമ്മൾ അടിമാലി റോഡിലേക്ക് തിരിയുമ്പോൾ തന്നെ നമുക്ക് ഷോറൂം വരുന്നത്. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ട്രൂവാലി തൊടുപുഴ എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ലൊക്കേഷൻ കിട്ടുന്നുണ്ട് അല്ലേ? പിന്നെ ഞാൻ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഒക്കെ നെഗോഷ്യബിളാക്കി കൊടുക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാനൊന്ന് ചോദിക്കണം, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അഡീഷണൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. വീഡിയോ കണ്ടു വരുന്ന എല്ലാ വ്യൂവേഴ്സിനും കസ്റ്റമേഴ്സിനും നമുക്ക് സ്പെഷ്യൽ ഗിഫ്റ്റുകളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടല്ലോ, നിങ്ങൾ നീ വന്ന് നമ്മുടെ വീഡിയോ കണ്ടാൽ എൻക്വയറി ചെയ്തിട്ട് മേടിക്കുമ്പോൾ ഗിഫ്റ്റ് കാര്യങ്ങൾ തന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോട്ടോ, ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചോളാം. അപ്പോൾ ബ്രോ താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.